നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അംഗങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ ലഘു, ദ്രുതം, അനുദ്രുതം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായി. അത് അംഗങ്ങൾ, അത് ഞാൻ പറഞ്ഞില്ലേ, താളത്തിൻ്റെ അംഗങ്ങൾ. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉള്ളതുപോലെ തന്നെ താളത്തെ തിരിച്ചറിയാൻ ഏത് താളമാണ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ അതിൻ്റെ അംഗം അത്യാവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 അംഗങ്ങളുണ്ട് നിലവിൽ. പക്ഷേ ഇപ്പോൾ നിലവിൽ, അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ 3 അംഗങ്ങളെ ഉപയോഗിക്കണുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് പറയുമ്പോൾ 6 അംഗങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ അംഗം എന്ന് പറയുന്നത് അനുദ്രുതം എന്ന് പറഞ്ഞ ഒരു അംഗമാണ്. അനുദ്രുതം ഞാൻ കാണിച്ചു തരാം. അനുദ്രുതം കണ്ടോ? അനുദ്രുതത്തിൻ്റെ ഷേപ്പ് യു പോലെയാണ്. കണ്ടോ? അനുദ്രുതത്തിൻ്റെ ഷേപ്പ് യു പോലെ. ഇതിൻ്റെ അക്ഷരകാലം 1 കണ്ടോ? അക്ഷരകാലം 1 കാണുന്ന മനസ്സിലായോ? അതായത് യു പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. അനുദ്രുതം എന്നാണ് അതിൻ്റെ പേര്. അക്ഷരകാലം 1. മനസ്സിലായോ? ഇനി അടുത്തത് കാണിച്ചു തരാം. ദ്രുതം എന്നാണ്. ഇത് 0 പോലെയാണ്. ഈ ദ്രുതം, ഇതിൻ്റെ പേര് ദ്രുതം എന്നാണ്. അപ്പോൾ അനുദ്രുതം എന്ന് കഴിഞ്ഞു. അടുത്തത് ദ്രുതം. അതിൻ്റെ അക്ഷരകാലം 2. കണ്ടോ? അതിൻ്റെ അക്ഷരകാലം 2. ഈ അക്ഷരകാലം ഒരിക്കലും മാറില്ല. മനസ്സിലായോ? ദ്രുതത്തിൻ്റെയും അനുദ്രുതത്തിൻ്റെയും അക്ഷരകാലത്തിന് ഒരിക്കലും ചേഞ്ച് ഇല്ല. മനസ്സിലായോ? ശരിക്കും മനസ്സിലായി കാണുന്നു വെച്ചിരുന്നു. ഒന്നാമത്തത് യു പോലെ, അത് അനുദ്രുതം. ഇത് 0 പോലെ ദ്രുതം. ഇതിൻ്റെ ഒന്നാമത്തെ അനുദ്രുതത്തിൻ്റെ അക്ഷരകാലം 1, ദ്രുതത്തിൻ്റെ അക്ഷരകാലം 2. ഇനി അടുത്തത് ലഘു എന്ന് പറയും. ലഘു കണ്ടോ? ലഘു അതിൻ്റെ ഷേപ്പ്, അതായത് അത് എഴുതുന്നത് 1 പോലെ. 1 കണ്ടോ? ഒരു 1 പോലെ. ഇതിൻ്റെ അക്ഷരകാലം ജാതിക്രമം അനുസരിച്ചാണ് അതിൻ്റെ അക്ഷരകാലം. 3, 4, 5, 7, 9. അതായത് തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. അത് അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ലഘുവിൻ്റെ വില, ഈ ലഘുവിൻ്റെ വില മാറുന്നതനുസരിച്ചാണ്, ജാതിക്രമം അനുസരിച്ച് ലഘുവിൻ്റെ വില മാറുന്നതനുസരിച്ചാണ് താളങ്ങൾ വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? അതായത് ലഘു എന്നാണ് ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സംഗതി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ലഘു എന്ന്. ഇതിൻ്റെ അക്ഷരകാലം ജാതിക്രമം അനുസരിച്ച് 3, 4, 5, 7, 9. മനസ്സിലായോ? എന്താണ് ജാതി എന്നും അതിൻ്റെ വകതിരിവുകളൊക്കെ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇത് കൂടാതെ അടുത്തത് ഗുരു എന്ന് പറയുന്നതാണ്. അതെ, ഗുരു എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അക്ഷരകാലം 8. ഇതിൻ്റെ ചിഹ്നവും ഏതാണ്ട് 8 പോലെ തന്നെ. ഇതിനെ എഴുതുന്നത് 8 പോലെ തന്നെ. ഇതിൻ്റെ അക്ഷരകാലം 8 കേട്ടോ. ഗുരു, ഇതിൻ്റെ പറയുന്നത് ഗുരു എന്നാണ് കേട്ടോ. അടുത്തത് പ്ലുതം. 8ൻ്റെ മുകളിൽ ഒരു വരയിട്ട് 8 ഇങ്ങനെ എഴുതിയിട്ട് ഉള്ളൊരു വര, അതിന് പ്ലുതം എന്നാണ് പറയുക. അതിൻ്റെ അക്ഷരകാലം 12.
അതിൻ്റെ അക്ഷരകാലം 12. മനസ്സിലായോ? അടുത്തത് ഒരെണ്ണം കൂടിയുണ്ട്. കാകപാദം. കാകപാദം എന്നാണ് പറയുക. ഇതിൻ്റെ എഴുതുന്ന സ്റ്റൈല് പ്ലസ് പോലെ ഉണ്ടോ? പ്ലസ് പോലെ. അതിൻ്റെ അക്ഷരകാലം 16. മനസ്സിലായോ? മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എഴുതി കാണിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് അനുദ്രുതം, ദ്രുതം, ലഘു, ഗുരു, പ്ലുതം, കാകപാദം. അങ്ങനെ 6 ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഒന്നുകൂടി കാണിച്ചു തരാം. അനുദ്രുതം, ദ്രുതം, ലഘു, ഗുരു, പ്ലുതം, കാകപാദം. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കാം. ഞാൻ എൻ്റെ നമ്പർ പറയാം. എഴുതിയെടുക്കാമെങ്കിൽ എഴുതിയെടുത്തോളൂ. 8587040395. ഒരു പ്രാവശ്യം കൊണ്ട് പറയാം. 8587040395. ഇതിൽ എന്ത് വിധത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കാം കേട്ടോ. ഞാൻ നമ്പർ എൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇത് ഇത്തിരി കൂടി സമയം അല്ലേ? സാരില്ല. അടുത്ത ക്ലാസ്സിൽ ഇതിനെ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് 7 താളങ്ങളുണ്ടെന്നൊക്കെ. സപ്തതാളങ്ങൾ. ഈ സപ്തതാളങ്ങളെ ജാതിയുമായിട്ട് കൂട്ടിച്ചേർത്ത് 7, 5, 35 താളങ്ങൾ ഉണ്ടാവണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി അതിൻ്റെ ഇങ്ങനെ വിപുലീകരിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എന്നോട് ചോദിച്ചോളൂ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്ലാസ് എടുത്ത് തരാം. ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും എല്ലാ കൂട്ടുകാർക്കും ശിഷ്യന്മാർക്കും എല്ലാവർക്കും അത് ഇങ്ങനെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.